പല്ലിൽ കമ്പി ഇടാം, എത്ര വയസ്സ് വരെ പല്ലിൽ കമ്പി ഇടാം? പൊതുവെ എല്ലാവർക്കും ഉള്ള സംശയമാണ് അല്ലെ. പല മാതാപിതാക്കളും തങ്ങളുടെ കുട്ടികൾക്ക് 15 വയസ്സാകാൻ കാത്തിരിക്കുന്നുണ്ട് ഓർത്തോ ട്രീറ്റ്മെന്റ് എടുക്കാൻ. പക്ഷേ അങ്ങനെയല്ല, അതൊരു തെറ്റിദ്ധാരണയാണ്. കുട്ടികളുടെ വളർച്ചാ ടൈമിൽ, അതായത് ഒരു 11 വയസ്സ് 12 വയസ്സ് അല്ലെങ്കിൽ ആ ഒരു സമയം, ഒരു 10 വയസ്സെന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞുങ്ങളുടെ കീഴ്ത്താടിയും മേൽത്താടിയും വളരുന്ന പ്രായമാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ ഓർത്തോ ട്രീറ്റ്മെന്റിലോട്ട് നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സർജറികൾ അവോയ്ഡ് ചെയ്ത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഓർത്തോ ട്രീറ്റ്മെന്റുകൾ അവോയ്ഡ് ചെയ്ത് ആ കുഞ്ഞുങ്ങളുടെ എല്ലിനെ തന്നെ ട്രെയിൻ ചെയ്ത് നമുക്ക് കറക്റ്റായ ഒരു പൊസിഷനിലോട്ട് പല്ലിനെ കൊണ്ടുവരാൻ പറ്റും. ഇതിനെ പലപ്പോഴും പറയുന്ന പേര് മയോ ഫങ്ഷണൽ അപ്ലയൻസസ് എന്നാണ്. ഇത് കുട്ടികൾക്ക് ചെയ്യുന്ന ഓർത്തോ ട്രീറ്റ്മെന്റ് ആണ്. സോ അത് നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ്. അത് നിങ്ങൾക്ക് 15 വയസ്സാകുന്നതിന് മുമ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ആ സമയത്താണ് അതിന് ഏറ്റവും കൂടുതൽ എഫക്റ്റ് കിട്ടുന്നത്, സക്സസ്ഫുൾ റേറ്റ് കിട്ടുന്നത്. ഇനി അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ബ്രേസസോ അലൈനേഴ്സോ ഒക്കെ 15 വയസ്സിന് കഴിഞ്ഞ് ചെയ്യാം. ഇനി ബാക്കിയുള്ള എല്ലാവർക്കും ഉള്ള സംശയം, എത്ര വയസ്സ് വരെ? എനിക്ക് പ്രായമായി, എനിക്ക് 45 വയസ്സാകുന്നു, 55 വയസ്സാകുന്നു, പല്ലിന് വിടവുണ്ട്, ചിരിക്കുമ്പോൾ കോൺഫിഡൻസ് ഇല്ല, പല്ല് നിര തെറ്റിയാണ് ഇരിക്കുന്നത്, ഇനി ഇത്രയും പ്രായമായപ്പോൾ എനിക്ക് പല്ലിൽ കമ്പി ഇടാൻ പറ്റുമോ? സംശയമാണ്. ഇതിൽ നിങ്ങൾ അറിയേണ്ട കാര്യം, പല്ലിൽ കമ്പി ഇടാൻ പ്രായം ഒരു പ്രശ്നമല്ല. നിങ്ങളുടെ പല്ലുകൾക്ക് നോക്കുന്നത് നിങ്ങളുടെ എല്ലിന്റെ ആരോഗ്യം, അതുപോലെ തന്നെ പ്രധാനമായിട്ട് നോക്കുന്നത് നിങ്ങളുടെ മോണയുടെ ആരോഗ്യം. നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള മോണയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി 55 അല്ല 65 വയസ്സാണെങ്കിലും നിങ്ങൾക്ക് പല്ലിൽ കമ്പി ഇടാൻ പറ്റും. പക്ഷെ നോർമലി നമ്മൾ എടുക്കുന്ന ടൈമിനേക്കാളും കുറച്ചും കൂടി സ്ലോ ആയിട്ടേ നമ്മൾ ആ ട്രീറ്റ്മെന്റ് ചെയ്യുകയുള്ളൂ. ഫോഴ്സ് കുറച്ചുകൂടെ കുറച്ചേ കൊടുക്കുകയുള്ളൂ. അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. നിങ്ങൾക്ക് ഏത് പ്രായത്തിലും പല്ലിൽ കമ്പി ഇടാം, നല്ല ഹെൽത്തി ആയിട്ടുള്ള മോണയുണ്ടെങ്കിൽ. സംശയം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഇതുപോലെ ടിപ്സ് ആൻഡ് ട്രിക്സിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നത്. ബൈ.